ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് 9 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ്. ലെറ്റ് us ഗോ ടു ദ പ്രോബ്ലംസ്. പേജ് നമ്പർ 40 ഫസ്റ്റ് പ്രോബ്ലം ആണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: രാജു ബോട്ട് 7 നോട്ട്ബുക്സ് ഓഫ് 200 pages ആൻഡ് 5 of 100 pages for 107 rupees. Joseph bought 5 notebooks of 200 pages and 7 of 100 pages for 97 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് നോട്ട്ബുക്ക്? ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിൽ നമ്മൾ രണ്ട് വേരിയബിൾ, അതായത് എക്സും വൈയും ആണ് നമ്മൾ എടുക്കുന്നത്. വി വിൽ മേക്ക് യൂസ് ഓഫ് 2 വേരിയബിൾസ്. ഒരു വേരിയബിൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ 2 വേരിയബിൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വി ഹാവ് ടു ഫോം 2 ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾ ഉപയോഗിച്ച് 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഇത്തരം ക്വസ്റ്റ്യനുകളിൽ 2 ക്വാണ്ടിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 ക്വാണ്ടിറ്റീസ് ഇതാണ്: ഒന്ന് പ്രൈസ് ഓഫ് 200 pages നോട്ട്ബുക്ക് ആൻഡ് പ്രൈസ് ഓഫ് 100 pages നോട്ട്ബുക്ക്. സോ ഹിയർ ഐ ഹാവ് ടേക്കൺ പ്രൈസ് ഓഫ് എ 200 pages book as X rupees ആൻഡ് പ്രൈസ് ഓഫ് എ 100 pages book as Y rupees. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്: price of 7 notebook of 200 pages and 5 of 100 pages is 107 rupees. അതായത് 7 200 പേജിന്റെ ബുക്കിന്റെയും 5 100 പേജസിന്റെ ബുക്കിന്റെയും ടോട്ടൽ പ്രൈസ് ആണ് 107 rupees. നമുക്കിതൊരു ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. We have taken price of 1 200 page book as X rupees. ഒരു 200 പേജ് ബുക്കിന്റെ പ്രൈസ് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 7 200 pages ബുക്ക് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ പ്രൈസ് 7x ആയിരിക്കും. പ്രൈസ് ഓഫ് 1 book is x, so price of 7 book is 7x. and plus 5 of 100 pages book. We have taken price of 100 pages book as y rupees. So what is the price of 500 pages book? ഒരു 100 പേജ് ബുക്കിന്റെ പ്രൈസ് y rupees ആണ്, അതുകൊണ്ട് 5 എണ്ണത്തിന്റെ 5y ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും കൂടി ടോട്ടൽ പ്രൈസ് 107 തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കോൾ ദിസ് ഇക്വേഷൻ 1. സെക്കൻഡ് പോയിന്റ് ഇതാണ്: ഗിവൺ പ്രൈസ് ഓഫ് 5 നോട്ട്ബുക്സ് ഓഫ് 200 pages ആൻഡ് 7 of 100 pages 97 rupees. We can change this into an equation. Price of 1 notebook of 200 pages X rupees. So the price of 5 notebook is 5x rupees. And plus 7 of 100 pages. Price of 100 page book is y rupees. So the price of 700 page book is 7y. ഈ ടോട്ടൽ പ്രൈസ് 97 rupees തന്നിട്ടുണ്ട്. അതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഈ 2 ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. കൺസിഡർ ഇക്വേഷൻ 1 and 2. ഇവിടെ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഇതാണ്: ഏതെങ്കിലും ഒരു വേരിയബിളിന് സെയിം കോയിഫിഷ്യൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോയിഫിഷ്യൻ്റ് 7 ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോയിഫിഷ്യൻ്റ് 5 ആണ്, അല്ലേ? വാട്ട് ഈസ് കോയിഫിഷ്യൻ്റ്? ഇവിടെ എക്സ് ഏത് നമ്പറുമായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആ നമ്പർ ആയിരിക്കും എക്സിന്റെ കോയിഫിഷ്യൻ്റ്. ഒന്നാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോയിഫിഷ്യൻ്റ് 7ഉം രണ്ടാമത്തെ 5ഉം ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണല്ലേ? ഇനി അടുത്ത വൈയുടെ കോയിഫിഷ്യൻ്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷന് വൈയുടെ കോയിഫിഷ്യൻ്റ് 5 ആണ്, രണ്ടാമത്തെ ഇക്വേഷന് വൈയുടെ കോയിഫിഷ്യൻ്റ് 7 ആണ്. അതായത് വൈയുടെ കോയിഫിഷ്യൻ്റ് ഡിഫറെൻ്റ് ആണ്. അതായത് ഈ 2 ഇക്വേഷനിൽ എക്സിന്റെ കോയിഫിഷ്യൻ്റും ഡിഫറെൻ്റ് ആണ്, വൈയുടെ കോയിഫിഷ്യൻ്റും ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് സെയിം കോയിഫിഷ്യൻ്റ് ഐദർ ഫോർ എക്സ് ഓർ വൈ. ഒന്നെങ്കിൽ എക്സിന് അല്ലെങ്കിൽ വൈക്ക് ഒരേ കോയിഫിഷ്യൻ്റ് ആക്കി മാറ്റണം. ഞാനിവിടെ എക്സിന്റെ കോയിഫിഷ്യൻ്റ് ആണ് സെയിം ആക്കുന്നത്. മേക്ക് സെയിം കോയിഫിഷ്യൻ്റ് ഫോർ എക്സ്. ഈ എക്സിന്റെ കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യൻ്റ് 7 ആണ്, ഇവിടെ എക്സിന്റെ കോയിഫിഷ്യൻ്റ് 5. നമ്മൾക്ക് ഈ 7ന്റെയും 5ന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ, ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലൈ ഏതാണെന്ന് നോക്കാം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും, LCM. 7ന്റെയും 5ന്റെയും ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 7നും 5നും പൊതുവായിട്ടൊരു മൾട്ടിപ്പിൾ ഇല്ലല്ലേ? അപ്പോൾ അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്തായിരിക്കും? അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 7 × 5 35 ആയിരിക്കും. We will convert
this 7 and 5 to 35. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഈ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായ 7ൻ്റെയും 5ൻ്റെയും LCM കണ്ടുപിടിച്ചു. നമുക്ക് 35 കിട്ടി. ഞാൻ ആ 35 ഇവിടെ എഴുതുന്നുണ്ട്. 35 here also മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ്. ഇനി ഈ 7 now I have to change this 7 to 35. ഈ 7 എനിക്ക് 35 ആയിട്ട് മാറ്റി എഴുതണം. അതുപോലെ തന്നെ ഈ 5നെയും 35 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. How can I convert 7 to 35? 7നെ 35 ആയിട്ട് മാറ്റണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 into which number is 35? 7 into 5 is 35. So you have to multiply equation 1 with 5. ഇത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് മാത്രമായിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മൊത്തം ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1 into 5. ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് സൈഡിനെ റൈറ്റ് സൈഡിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ 7നെ 35 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 5 ഇൻറ്റു ലെഫ്റ്റ് സൈഡ് 7x plus 5y. റൈറ്റ് സൈഡ് 107 മൾട്ടിപ്ലൈ വിത്ത് 5. ഓപ്പൺ ദ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 5 ഇൻറ്റു 7x 35x. 5 ഇൻറ്റു 5y 25y is equal to 107 into 5 535. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് എഴുതുന്നു. അതുപോലെ കൺസിഡർ സെക്കൻഡ് ഇക്വേഷൻ. ഈ 5നെ എനിക്ക് LCM അതായത് 35 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 5 into 7 ആണ് 35. So equation 2 multiply all the terms by 7. Equation 2 into 7 gives left side multiply by 7. 7 into 5x plus 7y. Right side 97 into 7. So open the bracket. 7 into 5x 35x. 7 into 7y 49 by 97 into 7 679. Call this equation 4. ഇതിന് ഇക്വേഷൻ 4 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പുതുതായിട്ട് 2 ഇക്വേഷൻസ് കിട്ടിയല്ല. ഇക്വേഷൻ 3 and 4. ഇനി ഈ 2 ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ നമുക്കിവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയിട്ട് കിട്ടിയെന്ന് കാണാം. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 35. ഹിയർ ഓൾസോ കോയിഫിഷ്യൻ്റ് എക്സ് ആസ് 35. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ 3ഉം 4ഉം സോൾവ് ചെയ്താൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻ 4 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇക്വേഷൻ 3 വീണ്ടും എടുത്തെഴുതുകയാണ് താഴെ. അപ്പോൾ 35x plus 25y is equal to 535. This is equation 3. ഇനി ഈ 2 ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. കോയിഫിഷ്യൻ്റ് എക്സ് സെയിം ആണ്. 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ സൈൻ ചെക്ക് ചെയ്യുക. ഇനി ഈ ടേമിൻ്റെ സൈൻ ചെക്ക് ചെയ്യുക. ഇത് പ്ലസ് 35x ആണ്, ഇതും പ്ലസ് 35x ആണ്. അപ്പോൾ എനിക്കിവിടെ ഈ 2 ഇക്വേഷനിൽ നിന്ന് എക്സ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 35x മൈനസ് 35x ആണ് 0 അല്ലേ? അതായത് ഈ 2 ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3. ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 3 സബ്ട്രാക്ട് ചെയ്യുക. അതായത് 35x മൈനസ് 35x 0 ആയിരിക്കും. അത് ക്യാൻസൽ ചെയ്യും. y ടൈം സബ്ട്രാക്ട് ചെയ്യാം. 49y മൈനസ് 25y. I get 24y. Right side also subtract. 679 minus 535. I get 144. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരേ കോയിഫിഷ്യൻ്റ് കിട്ടിയതിന് ശേഷം സൈൻ ചെക്ക് ചെയ്യുക. രണ്ടും പ്ലസ് സൈൻ ആണെങ്കിൽ നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാം. ഇനി രണ്ടും മൈനസ് ആണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഒരേ സൈനാണ് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അത് വരും പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ y ഈസ് 144 ഡിവൈഡ് ബൈ 24 ആയിരിക്കും. വി ഗെറ്റ് ആൻസർ ആസ് 6. വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ y വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Now we got value of y. To get x value, substitute this y value in any of the equation.
So I am substituting y as 6 in equation 1. ഒന്നാമത്തെ equation substitute ചെയ്യാണ്. I am writing equation 1 once again. 7x plus 5y is equal to 107. ഇത് equation 1 ആണ്. ഈ ഇക്വേഷനെ ഞാൻ y ക്ക് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y I got as 6, 107. 7x plus 30 is equal to 107. Or I get 7x as 107 plus 30, take right side minus 30. 7x is equal to 77. Therefore x is equal to 77. Divide 7 multiplied, take right side, you have to divide. So I got x value as 11. 200 പേജ് ഉള്ള ബുക്കിന്റെ പ്രൈസ് നമ്മൾ x rupees ആണ് എടുത്തിരിക്കുന്നത്. അത് 11 rupees നമുക്ക് കിട്ടി. Price of 100 pages book is taken as y and we got y as 6 rupees. Next question number 3. Question is this: the sum of the digits of a 2-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the number? ഒരു 2-digit നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം 11 ആണ്. ആ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണ്? നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഏതൊരു 2-digit നമ്പറിൻ്റെയും ജനറൽ ഫോം കാണാനുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊന്ന് ഞാൻ ഇവിടെ റിവൈസ് ചെയ്യുകയാണ്. ഐ എം കൺസിഡറിങ് സം ഓഫ് ദ 2-digit നമ്പേഴ്സ്. അപ്പം ഞാൻ 23 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 23 is a 2-digit number. നമുക്ക് 23നെ ഈ ഫോമിൽ എഴുതാം. 10 into 2 plus 3 എന്ന് എഴുതാം അല്ലേ? 10 into 2 20, 20 plus 3 23. അതുപോലെ another 2-digit number 56. If I consider 56, I can write 56 also in this form. 10 into 5 plus 6 എന്ന് എഴുതാം. And another number 74. These are all 2-digit numbers. 74 also I can write in this way. 10 into 7 plus 4. അതായത് ഏതൊരു 2-digit നമ്പറിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. നമുക്കിതൊന്ന് ജനറലൈസ് ചെയ്യാം. അതായത് ഈ തന്നിരിക്കുന്ന 2-digit നമ്പർ എല്ലാം ഈ ഫോമിലാണ് അല്ലേ? 10 into 2, ഇവിടെ 2 എന്ന് പറയുന്നത് ടെൻസ് ഡിജിറ്റ് ആണ്. പ്ലസ് 3 is യൂണിറ്റ്സ് ഡിജിറ്റ്. ഇവിടെ 10 into 5 is ടെൻസ് ഡിജിറ്റ്. പ്ലസ് 6 is യൂണിറ്റ്സ് ഡിജിറ്റ്. അതുപോലെ തന്നെ 74നെ 10 into 7 is tens digit plus 4 is units digit. So if you take the tens digit as x and units digit as y, we can write any 2-digit number in the form 10x plus y. ഇവിടെ tens digit x ആയിട്ടും units digit y ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്പർ എന്തായിരിക്കും? Therefore the number 10x plus y ആയിരിക്കും. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് ഉപയോഗിച്ച് 2 ഇക്വേഷൻ ഫോം ചെയ്യാം. സം ഓഫ് ദ ഡിജിറ്റ് 11 തന്നിട്ടുണ്ട്. നമ്മൾ ഡിജിറ്റ് ടെൻസ് ഡിജിറ്റ് എക്സും യൂണിറ്റ്സ് ഡിജിറ്റ് വൈയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ സം 11 ആയിരിക്കും. അതായത് x plus y is 11. Call this equation 1. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. സെക്കൻഡ് പോയിന്റ് ഇതാണ്. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഇവിടെ ടെൻസ് ഡിജിറ്റ് എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. യൂണിറ്റ്സ് ഡിജിറ്റ് വൈ, ഇവിടെ ടെൻസ് ഡിജിറ്റ് എക്സും യൂണിറ്റ്സ് ഡിജിറ്റ് വൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ നമ്പർ ഏതായിരിക്കും? അപ്പോൾ ടെൻസിന്റെ പ്ലേസിൽ യൂണിറ്റ്സ് ഡിജിറ്റ് വരും, യൂണിറ്റ്സ് ഡിജിറ്റിന്റെ പ്ലേസിൽ ടെൻസ് ഡിജിറ്റും വരും. അതായത് 10x plus y എന്നുള്ളത് 10y plus x ആയി മാറും. Given that number obtained by interchanging the digit is 27 more than the original number. So let us form an equation from this point. Number obtained by interchanging the digit we got as 10y plus x. അത് ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണെന്നാണ് തന്നിരിക്കുന്നത്. ഒറിജിനൽ നമ്പർ 10x plus y ആണ്. ഒറിജിനൽ നമ്പർ ഈസ് 10x plus y. 27 മോർ ദാൻ ദിസ്, അതായത് ഈ നമ്പറിനേക്കാളും 27 കൂടുതൽ. 27 മോർ ദാൻ പ്ലസ് 27. Now you have to take all the x and y variables to one side and the number to the other side.
ഇനി ഈ എക്സ് ആൻഡ് വൈ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് എടുക്കാം, നമ്പർ മറ്റേ സൈഡിലേക്ക് എടുക്കാം. ഞാനിവിടെ എക്സിൻ്റെയും വൈയുടെയും ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 10x ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്. ടേക്കിംഗ് പ്ലസ് 10x ടു ലെഫ്റ്റ് സൈഡ് ഐ ഗെറ്റ് ആസ് മൈനസ് 10x പ്ലസ് 10y is here in left side. I am taking this plus y to left side. ആ പ്ലസ് y മൈനസ് y ആയി മാറും. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 27 ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് 10x മൈനസ് 9x ആണ്. 10y മൈനസ് y 9y ആണ്. 27. എനിക്ക് ഈ ടേംസിനെ എല്ലാം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? If you can divide each term of an equation by same number, you have to divide and write. ടേംസിനെ എല്ലാം 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഓരോ ടൈമിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൈനസ് 9x ഡിവൈഡ് ബൈ 9, 9y ഡിവൈഡ് ബൈ 9, 27 ഡിവൈഡ് ബൈ 9. ഡിവൈഡ് ഈച്ച് ആൻഡ് എവറി ടൈം ബൈ 9. മൈനസ് 9x 9 ക്യാൻസൽ ആകും, 9 and 9 ക്യാൻസൽ ആകും. 27 by 9 is 3. So I get minus x plus y as 3. Name this equation 2. ഇതിനെ equation 2 എന്ന് വിളിക്കാം. Write equation 1 once again. Equation 1 ഒന്നുകൂടി എടുത്തെഴുതാം. ഇവിടെ x plus y is equal to 11. This is equation 1. ചെക്ക് ചെയ്യാം. ഇതിന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഇവിടെ ഒന്ന് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1x ആണ്. ഇവിടെയും 1x തന്നെയാണ്. ഇതിന്റെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് സൈൻ നോക്കേണ്ട ആവശ്യമില്ല, നമ്പേഴ്സ് സെയിം ആണെന്ന് നോക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, വിത്തൗട്ട് കൺസിഡറിംഗ് ദ സൈൻ. അതുപോലെ വൈയുടെ കോഎഫിഷ്യന്റ് സെയിം തന്നെയാണ്. കോഎഫിഷ്യന്റ് ഓൾറെഡി സെയിം ആയതുകൊണ്ട് LCM കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഈ കേസിൽ. ഇനി സൈൻ കൺസിഡർ ചെയ്യുക. ഇവിടെ എക്സ് ടൈം മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ് അല്ലേ? രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സ് ടൈം ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് എക്സ് പ്ലസ് എക്സ് ആണ് 0. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ മതി. അതായത് കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ, രണ്ടും ഡിഫറെന്റ് സൈനും ആണെങ്കിൽ ആ ടൈം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതി. സോ ഇക്വേഷൻ 1 plus 2 gives, ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാം. മൈനസ് എക്സ് പ്ലസ് എക്സ് 0 ആയിരിക്കും. y plus y 2y ആയിരിക്കും. 3 plus 11 14. Therefore y is equal to 14 divided by 2 7 ആയിരിക്കും. കഴിഞ്ഞ കേസിൽ രണ്ടും സെയിം സൈൻ ആയതുകൊണ്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. കോഎഫിഷ്യന്റ് സെയിം ആയി കിട്ടുന്നുണ്ട്, സൈൻ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യണം. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Put y is equal to 7 in equation 1. X plus y is equal to 11. This is equation 1. X plus y value 7 is equal to 11. Therefore x is equal to 11 plus 7 take right side minus 7. X value we get as 4. Questions to find the number. അതായത് ഒറിജിനൽ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore the number is, നമ്പർ നമുക്ക് 10x plus y ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 10x plus y, 10 into x value 4 plus y value 7. 10 into 4 40 plus 7 47 is the required number. ഇനി നമുക്ക് വേണമെങ്കിൽ ആൻസർ ചെക്ക് ചെയ്യാം. 47 ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ 74 ആയിരിക്കും അല്ലേ? ഇനി 74 47നെക്കാളും 27 കൂടുതലാണെന്ന് ചെക്ക് ചെയ്താൽ മതി. 47ന്റെ കൂടെ 27 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതാണ്? 74 ആണ് കിട്ടുന്നത്. So the given condition is getting correct. So our answer is correct. Fourth question ആണ്. 4 years ago Rahim's age was 3 times Ramu's age. After 2 years it would just be doubled. What are their ages now? രണ്ട് വേരിയബിൾ ആണുള്ളത്. ഒന്ന് രാമുസ് പ്രസന്റ് ഏജ് ആൻഡ് റഹീംസ് പ്രസന്റ് ഏജ്. Let present age Ramu be x year and present age Rahim be y year. അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പുള്ള അവരുടെ ഏജസ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 4 years ago രാമുസ് ഏജ്, രാമുവിന്റെ പ്രസന്റ് ഏജ് x year ആണ്.
അതുകൊണ്ട് 4 വർഷം മുമ്പുള്ള ഏജ് എന്തായിരിക്കും? x-4 ആയിരിക്കും. 4 വർഷം മുമ്പുള്ള ഏജ് ആണ്. Similarly, Rahim's present age is y year. So what was his age 4 years ago? y-4 ആയിരിക്കും. നമുക്ക് ആദ്യത്തെ പോയിന്റ് കൺസിഡർ ചെയ്യാം. Given Rahim's age 4 years ago was 3 times Ramu's age. 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 3 ടൈംസ് ആയിരുന്നു അല്ലേ? Rahim's age 4 years ago is y-4. 3 times Ramu's age 4 years ago, x-4. Opening the bracket, y-4 is equal to 3 into x, 3x. 3 into -4, -12. Take these variables to right side and the numbers to left side. ഇവിടെ -4 ഉണ്ട്. ഞാൻ ഈ -12നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. അത് +12 ആയി മാറും. 3x plus y take it to right side -y. 8 is equal to 3x minus y എന്ന് കിട്ടും. സൈഡ് ചേഞ്ച് ചെയ്യും. അതായത് റൈറ്റ് സൈഡിലുള്ള ടേംസ് അതേപടി ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു, ലെഫ്റ്റ് സൈഡിലെ ടേം റൈറ്റ് സൈഡിൽ എഴുതുന്നു. ഇവിടെ സൈഡ് മാറ്റം വരില്ല, കാരണം റൈറ്റ് സൈഡിലെ ടേം അതേപടിയാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത്. 3x minus y is equal to 8. Call this equation 1. അടുത്ത പോയിന്റ് ഇതാണ്. ആഫ്റ്റർ 2 years it would just be double. അതായത് 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. So we can write what is Ramu's age after 2 years. Present age of Ramu is x year. So after 2 years it will be increased by 2. അതായത് present age x year ആണ്. 2 വർഷം കഴിയുമ്പോൾ അത് x plus 2 year ആയിരിക്കും. അതിൽ റഹീംസ് present age y year ആണ്. After 2 years it is y plus 2 ആയിരിക്കും. What is Rahim's age after 2 years? It is y plus 2. Double 2 into Ramu's age after 2 years, x plus 2. We can form one equation from this. Y plus 2 is equal to 2 into x, 2x, 2 into 2, 4. Variables എല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കാം, നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. ഇവിടെ 2 ഉണ്ട് ഓൾറെഡി. +4 ടേക്കിംഗ് ലെഫ്റ്റ് സൈഡ് -4. 2x plus y take right side -y. -2 is equal to 2x minus y കിട്ടും. or side changing 2x minus y is equal to -2. Call this equation 2. Now consider these two equations. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്തെഴുതുന്നുണ്ട്. Consider equation 1. 3x minus y is equal to 8 and 2x minus y is equal to -2. Equation 2. ഈ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ടും ഡിഫറെന്റ് ആണ്. ബട്ട് കോഎഫിഷ്യന്റ് ഓഫ് y ഈസ് സെയിം. വൈയുടെ കോഎഫിഷ്യന്റ് സെയിം ആണല്ലേ? വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ -1, ഇവിടെയും -1. ഇനി സൈൻ ചെക്ക് ചെയ്യാം. രണ്ടും ഒരേ സൈൻ ആണല്ലേ? രണ്ടും നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു വേരിയബിളിന് സെയിം സൈൻ ആണെങ്കിൽ ആ ടേം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആ രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യണം. സെയിം സൈൻ ആണെങ്കിൽ ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 1 - 2 gives x ടൈംസ് സബ്ട്രാക്ട് ചെയ്യാം. 3x - 2x x ആയിരിക്കും. -y നിന്ന് y സബ്ട്രാക്ട് -y നിന്ന് -y സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ -y പ്ലസ് y എന്ന് വരും. അതായത് ക്യാൻസൽ ആയി പോകും. ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. 8 സബ്ട്രാക്ട് -2 x is equal to 2 മൈനസ് വരും. 8 സബ്ട്രാക്ട് -2 ആണ്. അതായത് 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി മാറും. സോ വി ഗെറ്റ് x as 10 കിട്ടും. ഇനി x ന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x as 10 in equation 1. ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x minus y is 8. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. 3 into x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 minus y is equal to 8. 30 minus y is equal to 8. Minus y take right side, 8 take left side. 30 plus 8 take left side, -8. Minus y take right side, plus y. 30 minus 8 is
22 is equal to y or y is equal to 22. Question is this, what are their ages now? So present age of Ramu taken as x year, we got as 10 years. And present age of Rahim taken as y, we got it as 22 years. Hope that you understood these problems. Contact me if you have any doubt. Okay, see you in next class. Bye.